ദൈവത്തിന്റെ ശക്തി അത് ഇന്നേ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് അച്ഛൻ ആദ്യമേ ആശംസിക്കുക. ദൈവത്തിന്റെ ശക്തി ജീവിതത്തിൽ തിരിച്ചറിയുക. നിങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കടന്നു വരുന്നത് കാണുമ്പോഴാണ്. വിഷമതകളുടെയും സങ്കടങ്ങളുടെയും എല്ലാം അവസ്ഥയിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള തോന്നല് നിങ്ങളുടെ മനസ്സിൽ ഉയരുമ്പോഴാണ്. നിരാശകള് ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകും. പക്ഷെ ഒന്ന് ഓർത്തോളണം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രകോപനങ്ങളിലും, എല്ലാ അനാരോഗ്യങ്ങളിലും, എല്ലാ അവസ്ഥകളിലും, അസ്വസ്ഥതകളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ട്, എല്ലാം തുറന്നിടാനായിട്ട് ദൈവത്തിന് ശക്തിയുണ്ട്. ഏതെങ്കിലുമൊക്കെ ശക്തികളുണ്ടെങ്കിൽ അടച്ചുപൂട്ടി സംരക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഒരു വചനം അച്ഛൻ പറഞ്ഞു തരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 22-ാം വാക്യം. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഹില്ക്കീയായുടെ പുത്രനായ എലിയാക്കിമിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുക. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇത് ദൈവത്തിന്റെ ഒരു വചനമാണ്. ഈ ഒരു വചനം കുടുംബത്തിലേക്ക് എടുത്ത്, ദൈവം ഒന്ന് കൂട്ടിയാൽ അതൊരു പൂട്ടാണ്. ദൈവം ഒന്ന് തുറന്നാൽ അത് തുറന്ന്, പിന്നെ തിന്മയ്ക്കോ മറ്റാർക്കോ സ്വാധീനങ്ങളില്ലാത്ത രീതിയിൽ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും ദൈവം വഴി നടത്തുമെന്നും ദൈവം കരുതുമെന്നുള്ളൊരു സൂചനയാണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഉണ്ട്, അങ്ങനെ ഒരു ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പതറിപ്പോകില്ല. ഈ രാത്രി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഈ വചനം ഒരു പല ആവർത്തി പറയും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേലെ ഈ വചനം പറയും. കർത്താവ് കൂട്ടു തുറക്കട്ടെ, കർത്താവ് കൂട്ടിയിടട്ടെ, അവിടെ നിന്ന് കൈവച്ചാൽ കൈവച്ച നിങ്ങളൊന്നുയർന്നും പറയണം. ഈ വചനത്തിന് ആ വിഷയം കടന്നു വരട്ടെ. അച്ഛനും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിക്കുക. ഇവരിലേക്ക് നിന്റെ ശക്തി കടന്നു വെച്ചേക്കുക, നിന്റെ അഭിഷേകം കടന്നു വെച്ചേക്കുക. ഈശോയെ, ഏതെങ്കിലും തിന്മകള് ഇവരെ ഭവനത്തെ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ കർത്താവെ, നിന്റെ കരുതലുള്ള സ്നേഹത്താൽ ഇവരെ ഭവനത്തെ മുദ്ര ചെയ്ത് സംരക്ഷിക്കണമേ. ഈശോ, ഇവർ ഏതെങ്കിലും അസ്വസ്ഥതകളിലാണെങ്കിൽ കർത്താവെ, അതിന്റെ കെട്ടുകളെല്ലാം നീ പൊട്ടിച്ചു കളയണമേ. പൊട്ടിച്ചു കളഞ്ഞാൽ ഈ മക്കളെ സ്വതന്ത്രരാക്കണം. നിന്റെ നിറസാന്നിധ്യവും സ്നേഹവും എപ്പോഴും അനുഭവിക്കുവാനായിട്ട് ഈ മക്കൾക്ക് സാധിക്കട്ടെ. ഈ രാത്രിയിൽ ഇവർ സമാധാനത്തോടു കൂടി ഉറങ്ങുവാനായിട്ട് ഇടവരും. നാളത്തെ പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷകളുമായിട്ട് ഈ മക്കള് ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.